വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവരാണോ നിങ്ങൾ? ആൻഡ് കുറച്ച് മാത്രം പുറത്ത് പോകുന്ന ഒരാളാണോ നിങ്ങൾ? അതുപോലെ തന്നെ നിങ്ങൾ വിചാരിക്കുക ഐ എം ലീവിങ് ഇൻ എ സണ്ണി കൺട്രി ആൻഡ് ഐ എം ഫൈൻ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് കൊള്ളാം. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, നിങ്ങൾ എത്ര പേര് ഇതിനെക്കുറിച്ച് ബോധേഡാണ് അല്ലെങ്കിൽ അവെയർഡ് ആണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയെ കുറിച്ച്, അല്ലെങ്കിൽ കെയർ ചെയ്യുന്നുണ്ടോ? ഐ എം നോട്ട് ഷുവർ. ബട്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒരു സീരിയസ് കൺസേൺ ആണ് നമ്മുടെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം. ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നമുക്ക് ഇഫ് വി ആർ ഗോയിങ് ഔട്ട്, നമ്മൾ പുറത്തു പോകുന്നുണ്ട്, സൺലൈറ്റ് കിട്ടുന്നുണ്ട് എങ്കിൽ കൂടി നമുക്ക് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാണുന്നുണ്ട്, എല്ലാവരിലും കാണപ്പെടാറുമുണ്ട്. ഇപ്പം ഇഫ് യു ആർ ചെക്കിങ് അവർ ലെവൽസ് എനിവേ, ചിലപ്പോൾ നമ്മുടെ ലെവൽസ് ലോ ആയിരിക്കും വൈറ്റമിൻ ഡിയുടെ. അത് ലോട്ട്സ് ഓഫ് ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് ഈ ഡെഫിഷ്യൻസി നമുക്ക് ഉണ്ടാവുന്നത്. ഇപ്പം മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു പുവർ ഡയറ്റ് ആണ്, ലോവർ അബ്സോർപ്ഷൻ, നമ്മുടെ സ്ട്രെസ് ലെവൽ, സ്ക്രീൻ ടൈംസ്, ഇതെല്ലാം നമ്മുടെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയെ നന്നായിട്ട് അഫക്ട് ചെയ്യും. സോ ഇൻ യൂറോപ്പ് ഇറ്റ്സ് എ സൈലന്റ് എപ്പിഡമിക്. അതേപോലെ തന്നെ ഇന്ത്യ, UAE, ബാക്കിയുള്ള ഡിഫറെന്റ് കൺട്രീസിൽ സെയിം സ്റ്റോറി ബട്ട് ഡിഫറെന്റ് ക്ലൈമറ്റ്. അപ്പം എന്താണ് ഇതിനുള്ള ഒരു സൊല്യൂഷൻ? ഹൗ ടു ഫിക്സ് ദിസ്? അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ വൈറ്റമിൻ ഡി ലെവൽ ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ മൂവ് ഔട്ട്, സ്റ്റെപ്പ് ഔട്ട്, പുറത്തു പോവുക, നമ്മുടെ ബോഡി എപ്പോഴും ആക്റ്റീവ് ആക്കി വെക്കാൻ ശ്രമിക്കുക. ഒരു ദിവസം ഒരു 8K സ്റ്റെപ്സ് എങ്കിലും നമ്മൾ എടുക്കാൻ ശ്രമിക്കുക. ദെൻ ഒരു പ്രോപ്പർ സപ്ലിമെന്റ്, നമ്മളൊരു പ്രോപ്പറായിട്ടൊരു വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് കഴിക്കുക. Because energy does not come from motivation, it starts with minerals. So guys, as always, flex hard, stay sharp.